morning, guys. അടുത്ത ദിവസം നമ്മുടെ യാത്ര തുടങ്ങി കഴിഞ്ഞു. രാവിലെ ഞങ്ങൾ പാക്ക് ചെയ്യുന്നൊന്നും കാണിക്കാൻ പറ്റില്ല. നല്ല മഴയായിരുന്നു പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഹെൽമെറ്റ് വെച്ച് പാക്ക് ചെയ്യാൻ പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല. എന്നാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴും നല്ല അടിപൊളി കോടമഞ്ഞാണ്. കോടമഞ്ഞുണ്ട്, മഴയുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ നേരെ ആശ്ലി ബംഗ്ലാവിലേക്കാണ് പോണേ. അവിടെ നിന്ന് ഉറുമ്പിക്കര. അപ്പോൾ ഓഫ് റോഡ് റൈഡ് ആയതുകൊണ്ട് തന്നെ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ, കാരണം ബാക്കിയുള്ള ഈ എൻഫീൽഡ് ഭയങ്കര പ്രശ്നമാണ്. അവർക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് അത് കയറാൻ പറ്റുമെന്നുള്ള കാര്യം ഡൗട്ടുണ്ട്. എന്തായാലും പോകുന്നവരെ പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് നേരെ ആശ്ലി ബംഗ്ലാവിലേക്ക് പോവാം. പൊളി ഇവിടുത്തെ ഓട്ടക്കാരൊക്കെ പറന്നാ പോണെ. ഒന്നും കാണാമല്ലോ. നമ്മുടെ പുറകെ വരണവരൊക്കെ ഇത്തിരി പുറകിലായി. ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് പോവാം. പൊളി അപ്പോൾ നമ്മൾ ആശ്ലി ബംഗ്ലാവ് പിടിക്കുകയാണ്. നമ്മൾ തീരെ പതുക്കെയാണ് പോകുന്നത്. കാരണം ബാക്കിലുള്ള എല്ലാവരെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അവർ ഹൈ റേഞ്ച് റോഡുകളൊന്നും പരിചയമില്ലാത്തവരാണ്. രക്ഷയില്ലാത്ത മഞ്ഞാട്ടോ. ഒന്നും കാണത്തില്ല. ഇവിടുത്തെ ഒരു 10 മീറ്ററിന് അപ്പുറത്തേക്ക് ഒരു രക്ഷയില്ല. ഒന്നും കാണുന്നില്ല. പോകുന്ന വഴിയൊക്കെ വല്ല ആനയൊക്കെ ടാഗ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി കിട്ടി ഓടാനേ പറ്റുള്ളൂ. ഈ വണ്ടി ആയതുകൊണ്ട് ഇവിടുന്ന് വളർത്തെടുത്ത് പോകാനൊന്നും പറ്റിയല്ല. അയ്യോ, വാവ്, ബ്യൂട്ടിഫുൾ. നെക്സ്റ്റാണ് ആശ്ലി ബംഗ്ലാവ് എന്ന് പറഞ്ഞത്. റൈറ്റ് അങ്ങോട്ട് ഓഫ് റോഡാണെന്നാണ് പറഞ്ഞത്. അവിടെ ബോർഡ് വെച്ച് നോക്കിയേ, ബോർഡ് അവിടെയാണ്. എന്നാ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ വഴി തെറ്റി ബംഗ്ലാവ് അങ്ങോട്ടേക്കാണ്. അപ്പോൾ ഇവിടെ വന്നാലും വഴി തെറ്റണ്ട. ഇവിടെ നിന്ന് റൈറ്റാണ്. ഇതൊരു കോൺക്രീറ്റ് റോഡ്, അതാരും എടുക്കണ്ട. എവിടെ വെച്ചിട്ടുണ്ട് ബംഗ്ലാവ്. ബംഗ്ലാവ് ഇങ്ങോട്ടാണ്. പോട്ടെ. അയ്യോ, ഇതൊക്കെ ഈ സ്ഥലമൊക്കെ നോക്കി എന്ത് വൈബാന്ന് നോക്കി. പഴയ കരിക്കല്ലോണ്ടുള്ള ബിൽഡിങ്ങും. ഈ കാണുന്നൊക്കെ AVG ഗ്രൂപ്പിൻ്റെ എസ്റ്റേറ്റ് ആണോ. അങ്ങോട്ടേക്ക് പെർമിഷൻ ഇല്ലാതെ എൻട്രി ഇല്ല. അവിടെ ഒരു ഗേറ്റ് വെച്ച് പൂട്ടിയിട്ടേക്കാണ്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അനുവാദം കൂടാതെ പ്രവേശനം അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അതൊന്നും വയലേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ പ്ലാൻ ചെയ്ത് ആശ്ലി ബംഗ്ലാവ് ആണെങ്കിൽ അങ്ങോട്ട് തന്നെ പോവാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഓഫ് റോഡാണ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി കുറച്ച് സ്പീഡിൽ പോകാം. ബുള്ളറ്റ് പോകുന്ന പോലെ എത്ര ലോ എൻഡിലും പോവില്ല. അതിങ്ങനെ
അടിച്ച് കയറിപ്പോണ്ട്. ബുള്ളറ്റ് ക്രാങ്ക് വെയിറ്റ് കൂടിയ വണ്ടി ആയതുകൊണ്ട് ഇപ്പോൾ അതിൽ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന വണ്ടിയും ഇപ്പോൾ ഈ മുമ്പിൽ പോകുന്ന വണ്ടിയും സ്റ്റാൻഡേർഡാണ്. അത് രണ്ട് ക്രാങ്ക് വെയിറ്റ് കൂടിയ വണ്ടി ആയതുകൊണ്ട് ഇത്ര സ്ലോ സ്പീഡിലാണെങ്കിലും അങ്ങനെ അങ്ങ് പൊക്കോടും. പക്ഷേ നമ്മുടെ വണ്ടി അത്ര പതുക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓഫായി പോകും. അതുകൊണ്ട് ചെറിയൊരു മൊമെൻറ്റം കൊടുത്തപ്പോഴും നിൽക്കണം. റോഡ് പിന്നെ നല്ല ഇടങ്ങേറായിട്ടുണ്ട്. ഇന്നലെ പോയ റോഡ് പോലെയൊക്കെ ആയി. ഇത് ആക്ച്വലി മലമണ്ണ എന്ന് പറയുന്ന ആ ഒരു ഓഫ് റോഡ് ട്രെയിലാണ്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ ഉണ്ട്. ഇത് ഞാൻ മുമ്പ് ചില വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇതിൽ നമ്മുടെ വണ്ടി കയറി പോകില്ല, പ്രത്യേകിച്ച് ക്ലാസിക്കും സ്റ്റാൻഡേർഡും ഒന്നും കയറി പോകില്ല. അതുകൊണ്ട് ഞങ്ങളിത് കാണാനില്ല, നമ്മളിവിടുന്ന് നേരെ പോവാണ്. അപ്പോൾ ഓഫ് റോഡിന് അത്യാവശ്യം ക്രൈസ് ഉള്ളവർക്ക് വരാൻ പറ്റിയൊരു സ്പോട്ടാണിത്. എക്സ്പൾസ് ഹിമാലയം പോലുള്ള വണ്ടികളായിട്ട് സുഖമായിട്ട് മെള്ളി കയറാം. അല്ലെങ്കിൽ പിന്നെ 4x4 ജീപ്പ് ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് മൂവ് ചെയ്യാണ്. അടിപൊളി ലൊക്കേഷൻ കേട്ടോ. നല്ല പെരുമഴയാണ്. ഓപ്പോസിറ്റ് സൈഡ് നോക്കി. നേരത്തെ ബാറ്ററി തീർന്നു പോയിട്ട് കുറേ നല്ല അടിപൊളി ലൊക്കേഷൻസ് മിസ്സായിട്ടുണ്ട്. നോക്കട്ടെ, നമ്മുടെ ബാസിൽ ബ്രോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ എടുത്ത് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. വണ്ടി അവിടെ നിന്ന് എടുത്തില്ല. വണ്ടി കുറച്ച് മേൽ വരെ വരുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങണം. ഇവിടം വരെ വണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളതാണ്. ആക്ച്വലി നമുക്ക് ശരിക്കും റൂട്ട് അറിഞ്ഞൂടാ. മേളിൽ വന്നു, ബാക്കി ഒരു ഊഹത്തിനങ്ങ് പോവാണ്. അപ്പോൾ ഇതൊരു നടവഴി കണ്ടു ഇവിടെ. അപ്പോൾ ഈ നടവഴി കൂടെ അങ്ങ് പോവാണ്. അപ്പോൾ നമുക്കുള്ള എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറേ കിളികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. സൗണ്ട് കേട്ടില്ലേ? ചിലപ്പോണ്ടായി പോയോ? ഇത് തന്നെയാണ് വഴിയെന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ലൊരു നടവഴി കാണുന്നുണ്ട്. ആ പോര് 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 പോട്ടെ പോട്ടെ. കുറേ പക്ഷികളുണ്ട് കേട്ടോ. കിളികളുടെ ഒച്ച കേട്ടില്ലേ? മുമ്പിട്ട് മാറി പോട്ടെ. ഷൂട്ടിംഗ് ആണെന്നോണ്ടിരിക്കുന്നത്. ആർപ്പുടിയൊക്കെ കേൾക്കുന്നുണ്ട്. എന്തോ കണ്ടെത്തിയത് നോക്കുന്നത്. എന്നാലും സംഭവം അടിപൊളി കേട്ടോ. നമ്മൾ ട്രിപ്പൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ വരണ്ടേ. എന്നാലൊക്കെ അതിൻ്റെ ഒരു മൂന്നുള്ളൂ. ഫുൾ ഒരു കാട് പോലെ. പണ്ട് ഇവിടെയുള്ള ഏതോ ഒരു മദാമ്മ കുളിക്കാൻ വന്നുകൊണ്ടിരുന്ന കുളമാണെന്ന് പറയണേ. അങ്ങനെ ഇതിന് മദാമ്മക്കുളം എന്ന് പേര് വീണത്. ഏത് മദാമ്മയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മിക്കവാറും ആശ്രയ ബംഗ്ലാവിൽ താമസിച്ച മദാമ്മയായിരിക്കും. സംഭവം കുറച്ച് ഡേഞ്ചറസ് ആണ് കേട്ടോ. പക്ഷെ ഇത്രയൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് വന്നിട്ട് ഇവിടെ ഇറങ്ങാതെ പോയാൽ മോശമല്ലേ? നമ്മൾ എത്തിയിരിക്കുന്ന കാണുന്നതാണ് വെള്ളച്ചാട്ടം, മദാമ്മക്കുളം വെള്ളച്ചാട്ടം. ഇത്രയൊക്കെ ഓഫ് റോഡ് വന്നിട്ട് നമ്മളിവിടെ എത്തുമ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഫീലാണ്. ഇവിടെ ചിലപ്പോൾ നമുക്ക് മുന്നിൽ ഒന്നും കിട്ടാതെ പോകാം. പക്ഷെ എന്നാലും നമ്മൾ റൈഡ് എൻജോയ് ചെയ്തേ പോരാവുള്ളൂ. എന്തായാലും ഞങ്ങൾ വന്നത് വെറുതെ ഇല്ല. ഇത്രയും മനോഹരമായിട്ടൊരു കാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. അതെന്തായാലും നമുക്ക് ഇഷ്ടമില്ല. ഈ മഴക്കാലത്ത് അടിപൊളിയായിട്ട് തന്നെ നല്ലൊരു ഓഫ് റോഡ് റൈഡും നല്ലൊരു കാഴ്ചയും നമുക്ക് അവസാനം ഇവിടെ കിട്ടി. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നല്ല വൈബിലാണ്. ഇവിടുന്ന് നമ്മൾ മേലേക്ക് കയറാണ്. ഇനി നേരെ നമ്മൾ ഇവിടുന്ന് തിരിച്ച് കുട്ടിക്കാനം പിടിക്കും.
കുട്ടിക്കാലത്തുനിന്ന് തീരുമാനം പോകണം. അതാണ് ഇന്നത്തെ പ്ലാൻ. തീരുമാനം വന്നിട്ട് അവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് ഇന്നത്തെ റൈഡ് വൈൻഡപ്പ് ചെയ്യണം. മൊത്തം നനഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ റൈഡ് വൈൻഡപ്പ് ചെയ്താലേ ഉള്ളൂ നമുക്ക് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനുള്ള ടൈം കിട്ടുള്ളൂ. അപ്പോൾ ബാക്കി വണ്ടിയൊക്കെ എടുക്കണം. ഓക്കെ ഗൈസ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നമ്മൾ ഓവറോഡൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ നല്ല കാഴ്ചയൊക്കെ കിട്ടുള്ളൂ. അല്ലാതെ സ്ഥിരമായിട്ട് ആൾക്കാർ പോകുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് എന്ത് ഫണ്ണ് അല്ലേ ബസ് ബ്രോ? ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത കുറച്ച് സമയം നമുക്ക് സമ്മാനിക്കും. അത് അനുഭവിച്ച് തന്നെ അറിയണം. എനിക്കൊരിക്കലും നിങ്ങളെ ആ ഒരു ഫീലിംഗ് കാണിച്ചു തരാൻ പറ്റില്ല റിവ്യൂയിലൂടെ. അത് നേരിട്ട് തന്നെ അനുഭവിച്ചാലത് മനസ്സിലാവും. ആശ്രയ ബംഗ്ലാവിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയിട്ട് ഇതുവരെ ആശ്രയ ബംഗ്ലാവ് കാണിക്കാത്ത എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ശരിക്കും ഞങ്ങളവിടെ ചെന്നാണ്. പക്ഷേ ഈ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ കാരണം ഇപ്പോൾ അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. അത് മാത്രമല്ല അവിടെ ഇപ്പോൾ പാർട്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. പാർട്ടി മീൻസ് അവിടെ ഗസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് എൻട്രി തന്നില്ല. അതുകൊണ്ടാണ് അത് കാണിക്കാൻ വരുന്നത്. കുട്ടിക്കാരൻ്റെ ക്ലിനിക്ക് പോകുമ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് ബോർഡ് കാണാം. തേക്കടി 34 കിലോമീറ്റർ രാമചൂമേട്, അതുപോലെ തന്നെ വലത്തേക്ക് പരുന്തുംപാറ. അപ്പോൾ ഈ ലക്ഷ്യമാണ് പരുന്തുംപാറയ്ക്ക് തിരിയേണ്ടത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സ്ഥലമായിരുന്നു ഈ പരുന്തുംപാറ. പക്ഷേ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 വർഷം കൂടിയിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും വരുന്നത് ഇവിടെ. ഞാൻ ദുബൈയിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ പരുന്തുംപാറയിലേക്ക് വന്നിട്ടേ ഇല്ലായിരുന്നു. ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തന്നെ അറിയില്ല അങ്ങോട്ട് പോകുമ്പോൾ. എന്തായാലും ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഇവിടെ സാധാരണ സമയങ്ങളിൽ പോലും നല്ല കോടമഞ്ഞ് കിട്ടുന്നൊരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഇത് മഴക്കാലം കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഈ സമയത്ത് ഇതിലുള്ളൊരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഔസം. ഇതാണ് പരുന്തുംപാറയിലെ സൂസൈഡ് പോയിന്റ്. ഒരു വക കാണൂലടാ, ഫുൾ കോടയാണ്. ഈ കോടൊന്ന് മാറിയാലേ ഇവിടെ കാണുള്ളൂ. ശരിക്കും പണ്ട് ഈ കെട്ടും ഇതൊന്നും ഇല്ലായിരുന്നു. മുമ്പൊന്നും ഇല്ലായിരുന്നു. ഇതിങ്ങനെ ഈ കടകളോ സാധനങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ശരിക്കും ഈ കുന്നുകൾ പോലെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇവിടെയൊക്കെ ഈ കൈവരി ഇതൊക്കെ വെച്ച് അതിനുള്ള ബ്യൂട്ടി കാണും. ഒരു വോക്ക് വേ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ, കുറേ ദൂരം അങ്ങ് പോകുന്നുണ്ട്.
ഒരു രക്ഷയില്ലാത്ത കുടവും ഞാൻ ഒന്നും കാണാൻ പറ്റുള്ള വെള്ള കളറിലൊരു കളറിട്ടവരുണ്ട്. പാതയിൽ നിന്ന് മേലേക്ക് പോകാൻ അടിച്ചു വരണുണ്ട്. അത് താഴ്ച നോക്ക്, താഴ്ച നോക്ക്. കുട്ടിക്കാനം കുമളി റോഡിൽ പീരുമേട് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോഴുള്ള കാഴ്ചയത് ഇതൊക്കെ വേനലിന് നൂല് പോലെ വെള്ളം പറഞ്ഞ സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇതൊക്കെ ഒരു വെള്ളച്ചാട്ടമായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ന് താമസിക്കാനുള്ള സ്ഥലം നമുക്ക് സെറ്റായിട്ടുണ്ട്. ഈ കാണുന്ന ഹോം സ്റ്റേയിലാണ് ഇന്ന് നമ്മുടെ സ്റ്റേ. ഞങ്ങളിവിടെ പീരുമേട് വന്നു കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു ബോർഡ് കണ്ട് ഞങ്ങൾ അവിടെ വിളിച്ച് അങ്ങനെ കോൺടാക്ട് ചെയ്ത് തപ്പിയെടുത്തൊരു സ്ഥലമാണ്. എങ്ങനെ ഉണ്ടെന്നുള്ളത് മേളിക്കറിയാലേ അറിയുള്ളൂ. എന്തായാലും ഈ ഒരു ലൊക്കാലിറ്റി കണ്ടിട്ട് ഹോം സ്റ്റേ നടത്തുന്നവർക്ക് ചെടികളോട് നല്ല താല്പര്യമുള്ള ഒരു കൂട്ടരാണ്. ഇവിടെ മുഴുവൻ ചെടികൾ വെച്ച് പിടിപ്പിച്ചേക്കാണ്. അത് നോക്കി, മേളിലേക്ക് കയറുന്ന സ്റ്റെയറിന്റെ ഹാൻഡ് റെയിൽ ഉൾപ്പെടെ മുഴുവൻ ചെടികളാണ്. മേളിൽ മാത്രമല്ല കേട്ടോ, സ്റ്റെയറിൽ മാത്രമല്ല, ഇവിടെയും ചെടികളാണ് മുഴുവൻ. ഇവിടെയൊക്കെ നിറച്ചും ചെടികൾ വെച്ച് പിടിപ്പിച്ചേക്കുക. ഇതാണ് ഒരു റൂം. നമ്മുടെ പഴയ അറയും സ്റ്റൈലിലുള്ള ഒരു എന്താണ് പറയാ, പ്രത്യേക വൈബ്. നമ്മളിപ്പോ 2 ദിവസം തങ്ങിയ റൂമിനേക്കാൾ നല്ല പെർഫെക്റ്റ് റൂം. പണ്ട് തൂങ്ങി മറ്റൊരു ആത്മാവുണ്ടെന്ന് പറയുന്നുണ്ട്. കൂടുതലായി ഒരു പ്രായത്തിന്റെ കൂടെ അല്ല അടുത്തൊരു റൂമും കൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അടുത്ത രണ്ടാമത്തെ റൂം. 2 റൂമാണ് നമ്മൾ 6 പേർക്ക് വേണ്ടി എടുത്തേക്കുന്നത്. 3 പേര് വെച്ച റൂമിൽ മാനേജ് ചെയ്യണം. എന്തായാലും നല്ല അടിപൊളി ലൊക്കേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ റൈഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളിന്ന് ഫ്രഷ് ആണ്. ഈ ജാക്കറ്റും കാര്യങ്ങളൊക്കെ മൂടിയിട്ടിട്ട് ഫ്രഷായിട്ട് വേണം നാളത്തേക്കുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്. കേൾഫ്രൈൻ്റെ മാൻ.